ഇനി നാലാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടന്ന 9 സംസ്ഥാനങ്ങൾ, ഒരു കേന്ദ്രഭരണ പ്രദേശം. അങ്ങനെ ഈ 99 മണ്ഡലങ്ങളിലെ ശ്രദ്ധേയമായ മത്സരം നടന്ന ചില മണ്ഡലങ്ങളിലേക്കാണ് നമ്മൾ അടുത്തതായി ഇലക്ഷൻ ഇന്ത്യയിൽ പോകുന്നത്. അങ്ങനെ 10 മണ്ഡലങ്ങളെയാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. ഏതൊക്കെയാണ് ഏറ്റവും ശ്രദ്ധേയമായ, ഏറ്റവും വാശിയേറിയ, സ്ഥാനാർത്ഥിത്വം കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട, വിവാദ വിഷയങ്ങൾ കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട 10 മണ്ഡലങ്ങൾ എന്ന് നോക്കുകയാണ്. ഏറ്റവും ആദ്യം പോകുന്നത് ഉത്തർപ്രദേശിലെ ഖനൌജ് മണ്ഡലത്തിലേക്കാണ്. ഖനൌജ് മണ്ഡലത്തിൽ സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവാണ് മത്സരിക്കുന്നത്. അഖിലേഷ് യാദവിന്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് തന്നെയാണ് ഈ മണ്ഡലം ആദ്യഘട്ടത്തിൽ വലിയ തരത്തിൽ ചർച്ചയിലേക്ക് വന്നത്. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ബിജെപിയിൽ നിന്നും സീറ്റ് തിരിച്ചുപിടിക്കുക എന്ന വലിയ ലക്ഷ്യം അഖിലേഷ് യാദവിന് മുന്നിലുണ്ട്. സമാജ്വാദി പാർട്ടിയുടെ കോട്ടയായി അറിയപ്പെടുന്ന മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ അഖിലേഷിന്റെ ഭാര്യ ഡിംപിൾ യാദവിനെ 12,000-ൽ പരം വോട്ടിനാണ് ബിജെപിയിലെ സുബ്രത ഭടക് പരാജയപ്പെടുത്തിയത്. ഈ മണ്ഡലം തിരിച്ചുപിടിക്കുക എന്ന വലിയ ലക്ഷ്യം അഖിലേഷ് യാദവിന് മുന്നിലുണ്ട്. എസ്പിയുടെ കോട്ടയായിരുന്നു കഴിഞ്ഞ തവണ കൈവിട്ടുപോയ മണ്ഡലം തിരികെ പിടിക്കാൻ അഖിലേഷ് യാദവ് തന്നെ നേരിട്ടിറങ്ങുന്നു. അങ്ങനെ ഈ മണ്ഡലം വലിയ തരത്തിൽ ചർച്ചയാകുകയാണ്. രണ്ടാമതായി നമ്മൾ പരിശോധിക്കുന്നത് ബേഗുസരായി മണ്ഡലമാണ്. ബേഗുസരായി ബീഹാറിലെ മണ്ഡലമാണ്. കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് ആണ് ഇവിടെ നിന്നും ജനവിധി തേടുന്നത്. വീണ്ടും അദ്ദേഹം ജനവിധി തേടുകയാണ്. കേന്ദ്രമന്ത്രിയാണ് നിലവിൽ. അദ്ദേഹത്തെ നേരിടാനായി CPI-യുടെ അബ്ദേഷ് കുമാർ റോയിയാണ് എതിർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. അങ്ങനെ ബേഗുസരായി മണ്ഡലവും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ നാലാം ഘട്ടത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട മണ്ഡലമായി മാറുന്നു. അടുത്തതായി നമ്മൾ പോകുന്നത് കടപ്പ ലോക്സഭാ മണ്ഡലത്തിലേക്കാണ്. ആന്ധ്രാപ്രദേശിലെ കടപ്പ ലോക്സഭാ മണ്ഡലം ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ദേശീയ തലത്തിൽ നമ്മൾ ചർച്ച ചെയ്ത മണ്ഡലം. മുൻ മുഖ്യമന്ത്രി YS രാജശേഖര റെഡ്ഡിയുടെ തട്ടകത്തിൽ കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്നത് മകൾ കൂടിയായ YS ഷർമിളയാണ്. ഷർമിളയെ നേരിടുന്നത് സിറ്റിംഗ് എംപിയും അടുത്ത ബന്ധുവുമായ YS അവിനാഷ് റെഡ്ഡി. ഷർമിള മത്സരത്തിനിറങ്ങിയതോടെ ഈ കുടുംബം തന്നെ 2 ചേരികളിലായി മത്സരിക്കുന്ന സാഹചര്യമാണ് കടപ്പ ലോക്സഭാ മണ്ഡലത്തിൽ ഉള്ളത്. അങ്ങനെ YSR കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രത്തിൽ കോൺഗ്രസിന് വേണ്ടി YS ഷർമിള മത്സരിക്കുന്നു എന്നുള്ളതാണ് ഈ മണ്ഡലത്തെ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമാക്കിയത്. നാലാമതായി പോകുന്നത് ഖുന്തി ലോക്സഭാ മണ്ഡലത്തിലേക്കാണ്. ഖുന്തിയിൽ ജാർഖണ്ഡ് സംസ്ഥാനത്തെ മണ്ഡലമാണ്. 3 തവണയും മുഖ്യമന്ത്രിയും നിലവിൽ കേന്ദ്രമന്ത്രിയുമായിരുന്ന അർജുൻ മുണ്ടയാണ് ഇവിടെ നിന്നും വീണ്ടും ജനവിധി തേടുന്നത്. കഴിഞ്ഞ തവണ വെറും 1445 വോട്ടുകൾക്ക് പരാജയപ്പെട്ട കാളീചരൺ മുണ്ട തന്നെയാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി ഇത്തവണ അർജുൻ മുണ്ടയ്ക്കെതിരെ മത്സരിക്കുന്നത്. വലിയ ചർച്ച ഈ മണ്ഡലവും തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അടുത്തതായി പോകുന്നത് ഹൈദരാബാദിലേക്കാണ്. ഹൈദരാബാദ് ലോക്സഭാ മണ്ഡലം വളരെ ശ്രദ്ധേയമായ മറ്റൊരു മണ്ഡലം. തെലങ്കാന സംസ്ഥാനത്താണ്. തുടർച്ചയായി 6ാം ജയം തേടി AIMIMന്റെ നേതാവ് അസ്രുദ്ദീൻ ഒവൈസി മത്സരിക്കുകയാണ്. ദേശീയ തലത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ മുഖങ്ങളിലൊന്ന് അസ്രുദ്ദീൻ ഒവൈസിയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ ശ്രദ്ധേയമാകുന്ന മണ്ഡലം. അവിടെ BJPയുടെ പുതുമുഖ സ്ഥാനാർത്ഥി മാധവി ലതയാണ് എതിരാളിയായി മത്സരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ മാധവി ലതയുടെ പല പരാമർശങ്ങളും പല പ്രവൃത്തികളും വലിയ വിവാദമായിരുന്നു. അത് ഏറ്റവും ഒടുവിൽ ഇന്ന് തെരഞ്ഞെടുപ്പ് ദിനത്തിൽ പോലും പല ബൂത്തിലും വോട്ട് ചെയ്യാൻ വന്ന മുസ്ലിം വോട്ടർമാരുടെ പറുദ മാറ്റി മുഖം പൊക്കി മുഖം നോക്കാനായി ബുർഖ പൊക്കി മുഖം നോക്കി ആളുകളെ അകത്തേക്ക് കടത്തിവിടുന്ന നടപടി ഇന്നും അവർ സ്വീകരിക്കുന്നു. അങ്ങനെ വലിയ തരത്തിൽ വിവാദമാകുകയും ഏറ്റവും ഒടുവിൽ അവർക്കെതിരെ കേസെടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ തെരഞ്ഞെടുപ്പ് ദിനത്തിലും ഈ മണ്ഡലം സജീവമായി ചർച്ചയിൽ നിൽക്കുകയാണ്. അടുത്തതായി പോകുന്ന മണ്ഡലം കൃഷ്ണനഗറാണ്. കൃഷ്ണനഗർ ബംഗാൾ സംസ്ഥാനത്തെ ഒരു മണ്ഡലമാണ്. ബംഗാളിലെ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടന്ന കൃഷ്ണനഗറിൽ തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവ് മഹുവ മൊയ്ത്ര സിറ്റിംഗ് സീറ്റ് നിലനിർത്താൻ മത്സരിക്കുകയാണ്. മഹുവ മൊയ്ത്രയുടെ സ്ഥാനാർത്ഥിത്വം ഈ മണ്ഡലത്തെ വലിയ തരത്തിൽ ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നു. ദേശീയ തലത്തിൽ തന്നെ പാർലമെന്റിൽ BJP ഒരുപാട് വെള്ളം കുടിപ്പിച്ച നേതാവാണ് മഹുവ മൊയ്ത്ര. നമുക്കറിയാവുന്നത് പോലെ ആ ഘട്ടത്തിൽ നടന്ന ഒരുപാട് വിവാദങ്ങൾ മഹുവ മൊയ്ത്രയെ ഏത് തരത്തിലും പരാജയപ്പെടുത്തി അടങ്ങൂ എന്ന വാശിയിലാണ് BJP നേതൃത്വം. ഇന്ത്യ സഖ്യത്തിൽ നിന്നും CPIM ആണ് ഇവിടെ മത്സര രംഗത്തുള്ളത്. SM സാദിയാണ് CPIM-ന് വേണ്ടി ഇവിടെ മത്സരിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസ് ഇന്ത്യ സഖ്യത്തിനോട് ചേർന്ന് മത്സരിക്കുന്നില്ല. അങ്ങനെ തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഇവിടെയുണ്ട്, BJPയുടെ സ്ഥാനാർത്ഥി ഇവിടെയുണ്ട്. ഒപ്പം തന്നെ CPIM-ന്റെ SM സാദി കൂടി ഈ മണ്ഡലത്തിലേക്ക് എത്തുന്നതോടെ വളരെ വലിയ ത്രികോണ മത്സരം ഈ മണ്ഡലത്തിൽ നടക്കുകയാണ്. അങ്ങനെ സജീവമായി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ചർച്ച ചെയ്ത മണ്ഡലങ്ങളിൽ ഒന്നായി ബംഗാളിലെ കൃഷ്ണനഗർ മാറുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലം സെക്കന്ദരാബാദാണ്. തെലങ്കാനയിലെ മറ്റൊരു മണ്ഡലം സെക്കന്ദരാബാദ്. കേന്ദ്രമന്ത്രിയും BJP തെലങ്കാന അധ്യക്ഷനുമായ G കിഷൻ റെഡ്ഡിയാണ് ഇവിടെ മത്സരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ഘട്ടങ്ങളിൽ ഈ മണ്ഡലം വളരെയധികം സജീവ ചർച്ചയിൽ ഉണ്ടായിരുന്ന മണ്ഡലം കൂടിയാണ്. YSR കോൺഗ്രസിന്റെ T പത്മറാവു, കോൺഗ്രസിന്റെ ധനം നാഗേന്ദർ എന്നിവർ കൂടി മത്സര രംഗത്തെത്തുന്നതോടെ ഈ മണ്ഡലത്തിലും ത്രികോണ മത്സരമാണ് നടന്നിരുന്നത്.
അടുത്ത മണ്ഡലത്തിലേക്ക് പോകുന്നു. അത് ബഹാരംപൂർ ആണ്. ബംഗാളിലെ ബഹാരംപൂർ മണ്ഡലം. കോൺഗ്രസിന്റെ ലോക്സഭാ കക്ഷി നേതാവ് അധീർ രഞ്ജൻ ചൌധരി തുടർച്ചയായി 6ാം ജയം തേടി ഇവിടെ നിന്ന് മത്സരിക്കുകയാണ്. അധീർ രഞ്ജൻ ചൌധരിയുടെ സ്ഥാനാർത്ഥിത്വമാണ് ഈ മണ്ഡലത്തെ ഏറ്റവും കൂടുതൽ സജീവ ചർച്ചയിലേക്ക് കൊണ്ടുവന്നത്. തൃണമൂൽ കോൺഗ്രസിനായി ക്രിക്കറ്റ് താരം യൂസഫ് പഠാനാണ് മത്സര രംഗത്തുള്ളത്. അതും ഈ പ്രചാരണ ഘട്ടത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട കാര്യം കൂടിയാണ്. അങ്ങനെ അധീർ രഞ്ജൻ ചൌധരിയുടെ എതിരാളിയായി തൃണമൂൽ കോൺഗ്രസിന് വേണ്ടി യൂസഫ് പഠാൻ മത്സരരംഗത്ത് എത്തുന്നു. അടുത്തതായി ഖേരി ലോക്സഭാ മണ്ഡലമാണ്. ഒരുപക്ഷെ കഴിഞ്ഞ 5 വർഷ കാലയളവിൽ രാജ്യം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത സംഭവ വികാസങ്ങളിലൊന്ന് ലഖിപൂർ ഖേരിയിലെ കർഷക കൂട്ടക്കൊല. നമ്മൾ ആരും മറന്നിട്ടില്ല കർഷക കൂട്ടക്കൊല. അന്ന് ഏറ്റവും കൂടുതൽ ആക്ഷേപങ്ങൾ കേട്ട അജയ് മിശ്ര തന്നെയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും അവിടെ മത്സരിക്കുന്നത്. അജയ് മിശ്രയുടെ മകൻ ആശിഷ് മിശ്രയുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങൾ, ആശിഷ് മിശ്രയെ സംരക്ഷിക്കാൻ അജയ് മിശ്രയും BJPയും നടത്തിയ ശ്രമം, ഇതൊക്കെയും നമ്മൾ കണ്ടതാണ്. പാവപ്പെട്ട സമരം ചെയ്ത കർഷകർക്ക് മുകളിലൂടെ വാഹനം ഇടിച്ചുകയറ്റി അവരെ കൊന്ന കേസിലെ പ്രതിയാണ് ആശിഷ് മിശ്ര. ആശിഷ് മിശ്രയെ എല്ലാ തരത്തിലും സംരക്ഷിച്ച അജയ് മിശ്ര ഇത്തവണയും BJPയുടെ സ്ഥാനാർത്ഥിയായി ഖേരി ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കാനായി മത്സര രംഗത്തുണ്ടായിരുന്നു.